യേശുവിൽ പ്രിയരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് വേദപുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഒരു വാക്യം എനിക്ക് വളരെ ചിന്തിക്കണം എന്ന് തോന്നി. അതായത് സദൃശവാക്യങ്ങൾ 25:4. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായാലും വാക്യം കറക്റ്റ് വാക്കുകൾ കൊണ്ട് പറയണം എന്നുള്ളതുകൊണ്ട് അതൊന്ന് വായിക്കാം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. നമുക്ക് ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ വാക്യങ്ങളും ഏത് രീതിയിൽ വേണേലും വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അതിന് പല അർത്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ, ഇങ്ങനെ നടന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതുമായി തുലനം ചെയ്ത് ഒരു പഠനം നടത്താൻ പറ്റുന്ന ഒരു വളരെ ഗഹനമായ അല്ലെങ്കിൽ വളരെ വലിയൊരു ഗ്രന്ഥമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. അതിനകത്ത് പലരും ഒരു തർക്കത്തിന് വേണ്ടി പറയും ഇത് മറ്റു ഭാഷയിൽ നിന്നും തർജ്ജിമ ചെയ്ത് വന്നതുകൊണ്ടൊക്കെ അർത്ഥമൊക്കെ മാറിയിട്ടുണ്ടെന്ന്. എന്നാൽ അതിൻ്റെ വളരെ ചില വാക്യങ്ങളെങ്കിലും ചെല്ലുമ്പോൾ അതിൻ്റെ കാമ്പായുള്ള അർത്ഥം അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ശക്തി പകരാൻ, പ്രത്യേകിച്ച് നമ്മൾ ബലഹീനതകൾ അല്ലെങ്കിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്നിവയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങളോ, അല്ലെങ്കിൽ നമ്മളൊരു പടുകുഴിയിൽപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് കയറി വരണമെന്നുണ്ടെങ്കിൽ ചില വാക്യങ്ങൾ നമ്മളെ, ഈ വാക്യം തന്നെ ഞാൻ ചിലപ്പോൾ ഒരു 25 പ്രാവശ്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത്ര ആഴത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വെള്ളി എന്ന് പറഞ്ഞാൽ അല്പം വിലയുള്ള സാധനമാണ്. എല്ലാവരുടെയും ജീവിതം വെള്ളിയാണ്, അല്ലാതെ ഗുണമില്ലാത്ത ആരുമില്ല. ഇപ്പം നമ്മൾ ദേഷ്യം വരുമ്പോൾ മക്കളോടോ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ ചിലപ്പം നീ ഒരു ഗുണമില്ലാത്തതാണല്ലോ, നിന്നെക്കൊണ്ടൊരു ഗുണമില്ലല്ലോടി എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്തവരാകുമോ? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്, ഒരു ഗുണം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണക്കിന് തട്ടാൻ നമ്മുടെ ദൈവമാണെന്ന് വേണമെങ്കിൽ പറയാം. വെള്ളിയിൽ നിന്നും കീടം നീക്കാൻ നേരെ ഇങ്ങനെ പിടിച്ചങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും പിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് കഴിഞ്ഞാൽ വെള്ളമാകുമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു രീതിയുണ്ട്. അപ്പോൾ ഇത് കീടം മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ ചൂടാക്കി അല്ലേ, ഒരു കെമിക്കൽ പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പൊള്ളലേൽക്കുന്നുണ്ട് വെള്ളിക്ക്. അപ്പം നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാ ഇത്രയും എന്നെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഈ ലോകത്ത് ആർക്കും ഇതുപോലെ കഷ്ടപ്പാടില്ലല്ലോ ദൈവമേ, എന്നെ അങ്ങ് ഈ ഇരിക്കുന്ന ഇരിപ്പിലങ്ങ് എടുത്താൽ മതി, എനിക്കിതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. താങ്ങാവുന്നതേ ദൈവം തരത്തുള്ളൂ. സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ ദൈവത്തിനറിയാം നമ്മുടെ കപ്പാസിറ്റി എത്ര അല്ലേ. ഒരു 50 കിലോ ചാക്ക് എടുക്കുന്നവൻ കാണും, 100 കിലോ എടുക്കുന്നവൻ കാണും. 100 കിലോ എടുത്ത് നമ്മുടെ തലയിൽ വെക്കത്തില്ല, നമുക്ക് 50 കിലോ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പ്രത്യാശ, ആ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലെ വിള്ളലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്നും ആ കീടം മാറണം. അപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫ്, ദ മീനിങ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് ബേസിക്കലി ഓൺ ഇംപെർഫെക്ഷൻ. എല്ലാവരും പെർഫെക്റ്റ് അല്ല. ഇഫ് യു ആർ 100% പെർഫെക്റ്റ്, ദെൻ യു ആർ ഇൻ ഈക്വൽ സ്റ്റാറ്റസ് ടു ഗോഡ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. നമ്മുടെ ഇല്ലായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളാണ് നമ്മളെ ഒരു മനുഷ്യനാക്കുന്നത്. അവിടുന്ന് അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് വന്ന്, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ കൂടെ, പഠനങ്ങളിൽ കൂടെ അതിൽ നിന്നൊരു മെച്ചപ്പെടൽ വന്ന് ദിവ്യത്വത്തിലേക്ക് എത്തുവാനുള്ള ഒരു ഓട്ടമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ തയ്യാറെടുക്കുക, അല്ലാതെ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ആരെങ്കിലും നമ്മൾ വഴക്ക് പറയുമ്പോഴും നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അത് പോസിറ്റീവായിട്ട് എടുക്കുക. കാര്യം നമ്മളെക്കാട്ടിലും ജീവിതം കണ്ടവർ, ഇപ്പോൾ നമ്മളെക്കാളും പ്രായമുള്ളവരാണോന്നില്ല, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും നമ്മളോട് പറയുന്നത് ഇങ്ങനെ ചെയ്യരുത്. കാര്യം അവർ ആ ഒരു രീതി കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പം ആ അഡ്വൈസ് പ്രോപ്പറായിട്ട് എടുത്ത് വേണ്ടുന്ന തിരുത്തുകൾ വരുത്തി കഴിഞ്ഞാൽ കീടം മാറ്റപ്പെടും. കീടം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തട്ടാനും നമ്മുടെ വെള്ളിയെ കൊണ്ട് ഗുണമുള്ള രൂപങ്ങളോ ഗുണമുള്ള പ്രവൃത്തികളോ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതം നല്ല വെള്ളിയായി തീരട്ടെ.
കീടങ്ങൾ മാറട്ടെ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.